നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പയ്യന്നൂരിൽ CPM RSS സംഘർഷം, 2 പേർ കൊല്ലപ്പെട്ടു. കുന്നരവിലെ CPM പ്രവർത്തകൻ CV ധനരാജ്, അന്നൂരിലെ BMS പ്രവർത്തകൻ CK രാമചന്ദ്രൻ എന്നിവരാണ് മരിച്ചത്. പയ്യന്നൂരിലെ സംഘർഷം, വീടുകൾക്ക് നേരെയും വാഹനങ്ങൾക്ക് നേരെയും വ്യാപക അക്രമം. കരിവള്ളൂർ മേഖലയിലും വീടുകൾ തകർത്തു. IS ബന്ധം, പടന്നിൽ നിന്നും കാണാതായ റിഫായില കുടുംബത്തിനയച്ച സന്ദേശം അന്വേഷണ സംഘം പരിശോധിച്ചു. സ്ഥലപരിമിതിയിൽ വീർപ്പുമുട്ടി ചെറുപുഴ പോലീസ് സ്റ്റേഷൻ. കുഞ്ഞിമംഗലം അണീക്കര പൂമാല ഭഗവതി ക്ഷേത്രത്തിലേക്ക് നിർമ്മിച്ച കെടാവിളക്ക് സമർപ്പണത്തിനൊരുങ്ങി. വാർത്തകൾ വിശദമായി. പയ്യന്നൂരിൽ CPM RSS സംഘർഷം, 2 പേർ കൊല്ലപ്പെട്ടു. കുന്നരവിലെ CPM പ്രവർത്തകൻ CV ധനരാജ്, അന്നൂരിലെ BMS പ്രവർത്തകൻ CK രാമചന്ദ്രൻ എന്നിവരാണ് മരിച്ചത്. സംഭവത്തെ തുടർന്ന് പയ്യന്നൂരിൽ ഹർത്താൽ ആചരിച്ചു. തിങ്കളാഴ്ച രാത്രിയാണ് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ CPM BMS പ്രവർത്തകർ കൊല്ലപ്പെട്ടത്. രാമന്തളി കുന്നരവിൽ CPM പ്രവർത്തകൻ ധനരാജും അന്നൂരിൽ BMS പ്രവർത്തകൻ CK രാമചന്ദ്രനുമാണ് കൊല ചെയ്യപ്പെട്ടത്. മുഖംമൂടി ധരിച്ചെത്തിയ ഒരു സംഘമാണ് വീട്ടിൽ കയറി വീട്ടുകാരുടെ മുന്നിൽ വെച്ച് CPMകാരൻ കാരന്താട്ട് ചുള്ളേരി വീട്ടിൽ CV ധനരാജിനെ വെട്ടിക്കൊന്നത്. തിങ്കളാഴ്ച രാത്രി 10:30 സംഭവം. ഇതിന് തുടർച്ചയായി അർദ്ധരാത്രിക്ക് ശേഷം 1 മണിയോടെ BMS പയ്യന്നൂർ മേഖലാ പ്രസിഡന്റും പയ്യന്നൂർ ടൗണിലെ ഓട്ടോ ഡ്രൈവറുമായ CK രാമചന്ദ്രനെയും വെട്ടിക്കൊന്നു. 3 ബൈക്കുകളിലെത്തിയ 6 പേരാണ് ധനരാജിനെ കൊലപ്പെടുത്തിയതെന്ന് CPM കേന്ദ്രങ്ങൾ പറയുന്നു. അദ്ദേഹം ജീവിക്കുന്ന മേഖലയിൽ യാതൊരു സംഘർഷവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കൃത്യമായി RSS നേതൃത്വം ആസൂത്രണം ചെയ്ത് നടത്തിയിട്ടുള്ള ഒരു കൊലയാണ്. മെനഞ്ഞാന്ന് വൈകുന്നേരം പയ്യന്നൂർ പട്ടണത്തിൽ RSS BJPക്കാർ കൊലവിളി മുദ്രാവാക്യവുമായിട്ടാണ് പ്രകടനം നടത്തിയത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് സഖാവ് ധനരാജിൻ്റെ നേരെയുള്ള ഈ ദുഷ്ടൂരമായിട്ടുള്ള കൊലപാതകം. ഇതിൽ കൃത്യമായി RSS BJP നേതാക്കന്മാർക്ക് പങ്കെടുത്തു. BJP നേതാവായിട്ടുള്ള K. സുരേന്ദ്രൻ നേരത്തെ ചാനൽ ചർച്ചയിൽ തന്നെ എടുത്തു പറഞ്ഞ പേരായിരുന്നു സഖാവ് ധനരാജിൻ്റെത്. കുന്നരൂർ മേഖലയിലെ അറിയപ്പെടുന്ന ഒരു പാർട്ടി പ്രവർത്തകനാണ് സഖാവ് ധനരാജ്. അപ്പം ധനരാജിൻ്റെ പേര് നേരത്തെ തന്നെ സംഘപരിവാർ നേതാക്കളുടെ മനസ്സിൽ ലക്ഷ്യമിട്ട ഒന്നായിരുന്നു എന്നതാണ് ചാനൽ ചർച്ചയിലടക്കം BJP നേതാക്കന്മാർ ധനരാജിൻ്റെ പേര് ഉന്നയിക്കാൻ ഇടയായിട്ടുള്ളത്. ശരീരമാകെ വെട്ടേറ്റ് മാരകമായി പരിക്കേറ്റ ധനരാജിനെ ഉടൻ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. ബൈക്കിൽ വീട്ടിലേക്ക് വരികയായിരുന്ന ധനരാജിനെ പിന്തുടർന്നെത്തിയ സംഘം വീട്ടിലെത്തിയ ഉടനെ വെട്ടിവീഴ്ത്തുകയായിരുന്നു. DYFI വില്ലേജ് സെക്രട്ടറിയും CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗവുമായിരുന്നു. ബാലകൃഷ്ണൻ മാധവി ദമ്പതികളുടെ മകനാണ് ധനരാജ്. ഭാര്യ സജ്നി, വിദ്യാനന്ദ്, വിവേകാനന്ദ് എന്നിവർ മക്കളാണ്. കൊലപാതകത്തിന് പിന്നിൽ RSS പ്രവർത്തകരാണെന്ന് CPM ആരോപിച്ചു. അന്നൂരിലെ BMS പ്രവർത്തകൻ രാമചന്ദ്രന്റെ വീട്ടിൽ ബോംബെറിഞ്ഞ് ഭീതി പരത്തിയ ശേഷം വെട്ടുകയായിരുന്നു. പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴേക്കും മരിച്ചിരുന്നു. സംഭവത്തിന് പിന്നിൽ CPM പ്രവർത്തകരാണെന്ന് BJP കേന്ദ്രങ്ങൾ ആരോപിച്ചു. CPMന്റെ പ്രവർത്തകൻ ധനരാജ് കൊല്ലപ്പെട്ടു. അത് അന്വേഷിക്കണമെന്ന് ഞാൻ BJP പറയുന്നു. ധനരാജ് നിരവധി ക്രിമിനൽ കേസുകളുടെ പ്രതിയാണ്. അത് BJPയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമായിട്ടുള്ള ഇതിനേക്കാൾ കാപ്പ ചുമത്തപ്പെട്ടത് അതുമായി ബന്ധപ്പെട്ട കേസിലാണ്. എത്രയോ പ്രധാനപ്പെട്ട കേസുകളിൽ പ്രതിയാക്കപ്പെട്ട ഒരാൾ അതിനിഷ്ഠൂരമായി കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആ കൊലപാതകത്തെക്കുറിച്ച് പോലീസ് വളരെ ശക്തമായ രീതിയിൽ അന്വേഷിക്കണം. CPMന്റെ സ്ഥിരം തന്ത്രമാണ് കത്തത് കീഴെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നുള്ള രീതിയിലുള്ള പ്രചരണം നടത്തി സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് നേരെ ഏകപക്ഷീയമായി ആക്രമണം നടത്തുന്ന പദ്ധതി CPM പ്രത്യേകിച്ചും കുറച്ചു കാലമായി നടന്നു വരിക. പിണറായിയിൽ രവീന്ദ്രൻ കൊല്ലപ്പെട്ടപ്പോൾ വാഹനത്തിൽ വന്ന് BJPയുടെ കുറച്ച് പ്രവർത്തകരുടെ പ്രദേശത്ത്
BJPക്ക് ആദ്യമായി കേരള നിയമസഭയിൽ അംഗത്വം ജയിച്ചപ്പോൾ അവർ ആഘോഷ നടത്തുന്നതിനിടയിലേക്ക് വന്ന് നിരവധി വാഹനങ്ങളിൽ വന്ന വിമത സംഘം അവിടുത്തെ പ്രവർത്തകരുമായിട്ടുള്ള കശപിശക്കിടയിൽ വാഹനത്തിൽ ചാടിക്കയറുന്ന സമയത്ത് വീണ് ആ വാഹനം കയറി ഇറങ്ങിയാണ് രവീന്ദ്രൻ കൊല്ലപ്പെട്ടത്. അത് പോലീസും മാധ്യമ സുഹൃത്തുക്കളും അന്ന് തന്നെ പരസ്യമായി അംഗീകരിച്ച കാര്യമാണ്. പക്ഷേ പിന്നീട് ഭരണത്തിൻ്റെ സ്വാധീനത്തിൽ ഇത് BJPയുടെ തലയിൽ വെച്ച് വെക്കുകയായിരുന്നു. രജനിയാണ് കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ ഭാര്യ. ദേവാംഗന, ദേവദത്തൻ എന്നിവർ മക്കളാണ്. CPM പ്രവർത്തകൻ ധനരാജിന്റെ മൃതദേഹം പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ പൊതുദർശനത്തിന് വെച്ചു. നിരവധി പേർ അന്ത്യോപചാരം അർപ്പിച്ചു. ചൊവ്വാഴ്ച ഉച്ചയോടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി വിലാപയാത്രയായാണ് കൊല്ലപ്പെട്ട CPM പ്രവർത്തകൻ കുന്നരുവിലെ ധനരാജന്റെ മൃതദേഹം പയ്യന്നൂരിലെ പൊതുദർശന വേദിയായ ഗാന്ധി പാർക്കിലെത്തിച്ചത്. പൊതുദർശന വിവരമറിഞ്ഞ് നിരവധി പേർ നേരത്തെ തന്നെ ഗാന്ധി പാർക്കിലെത്തിയിരുന്നു. രാവിലെ 11 മണിയോടെയാണ് പൊതുദർശനം മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നതെങ്കിലും വളരെ വൈകി ഉച്ചകഴിഞ്ഞ് 3 മണിയോടെയാണ് മൃതദേഹം ഗാന്ധി പാർക്കിലെത്തിച്ചത്. PK ശ്രീമതി MP, P കരുണാകരൻ MP, CPIM ജില്ലാ സെക്രട്ടറി P ജയരാജൻ, SFI സംസ്ഥാന സെക്രട്ടറി M വിജിൻ, TI മധുസൂദനൻ, ബിജു കണ്ടക്കൈ, PP ദിവ്യ, M പ്രകാശൻ മാസ്റ്റർ, M ഷാജർ, അഡ്വക്കേറ്റ് P സന്തോഷ്, MP സർള തുടങ്ങി നിരവധി പേർ അന്ത്യോപചാരം അർപ്പിച്ചു. ഗാന്ധി പാർക്കിലെ പൊതുദർശനത്തിന് ശേഷം കുന്നരുവിലെ വസതിയിലും പൊതുദർശനം നടന്നു. തുടർന്ന് വീട്ടുവളപ്പിൽ മൃതദേഹം സംസ്കരിച്ചു. BMS പ്രവർത്തകൻ CK രാമചന്ദ്രന്റെ മൃതദേഹം പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പൊതുദർശനത്തിന് വെച്ചു. ജില്ലാ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ അന്ത്യോപചാരം അർപ്പിച്ചു. പയ്യന്നൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം ഉച്ചയോടെയാണ് പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി വൈകിട്ട് 5 മണിയോടെ മൃതദേഹം പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് എത്തിച്ചേർന്നു. തുടർന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ നിരവധി പേർ മൃതദേഹത്തിൽ അന്ത്യോപചാരം അർപ്പിച്ചു. കനത്ത മഴയെ അവഗണിച്ചും നിരവധി പേരാണ് മൃതദേഹത്തിൽ അന്ത്യോപചാരം അർപ്പിക്കാൻ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് എത്തിച്ചേർന്നിരുന്നത്. BJP ദേശീയ സമിതി അംഗം PK വേലായുധൻ, സംസ്ഥാന സമിതി അംഗം K രഞ്ജിത്ത്, ജില്ലാ പ്രസിഡന്റ് സത്യപ്രകാശൻ മാസ്റ്റർ തുടങ്ങി നിരവധി പേർ മൃതദേഹത്തിൽ അന്ത്യോപചാരം അർപ്പിച്ചു. കനത്ത പോലീസ് സന്നാഹവും നഗരത്തിൽ നിലയുറപ്പിച്ചിരുന്നു. പഴയ ബസ് സ്റ്റാൻഡിലെ പൊതുദർശനത്തെ തുടർന്ന് വീട്ടിലും പൊതുദർശനം നടന്നതിനു ശേഷം മൂരിക്കോവിലെ സമുദായ ശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിച്ചു. പയ്യന്നൂരിലെ സംഘർഷം, വീടുകൾക്ക് നേരെയും വാഹനങ്ങൾക്ക് നേരെയും വ്യാപക അക്രമം. കരിവള്ളൂർ മേഖലയിലും വീടുകൾ തകർത്തു. CPM BMS പ്രവർത്തകരുടെ കൊലപാതകത്തെ തുടർന്ന് പയ്യന്നൂരിലും പരിസര പ്രദേശങ്ങളിലും വ്യാപക അക്രമം, വീടുകളും വാഹനങ്ങളും തകർക്കപ്പെട്ടു. ചൊവ്വാഴ്ച പുലർച്ചെ 1 മണിക്ക് BJP പയ്യന്നൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് MP രവീന്ദ്രന്റെ വീട് അക്രമകാരികൾ തകർത്തു. അക്രമത്തിൽ രവീന്ദ്രന്റെ വീടിന്റെ ജനാലച്ചില്ലുകൾ എല്ലാം തന്നെ തകർന്നിട്ടുണ്ട്. വീടിന്റെ പോർച്ചിൽ നിർത്തിയിട്ടിരുന്ന KL 59 M 9073 നമ്പർ മാരുതി സുസുക്കി അക്രമകാരികൾ അടിച്ചു തകർത്തു. തൊട്ടടുത്ത് നിർത്തിയിട്ടിരുന്ന KL 59 J 887 നമ്പർ ഹീറോ പാഷൻ ബൈക്കും നശിപ്പിച്ചിട്ടുണ്ട്. പമ്പ് സെറ്റും പൈപ്പുകളും നശിപ്പിച്ചതായി കാണാം. ഒപ്പം കിണറിന്റെ അരികത്ത് വെച്ചിരുന്ന പൂച്ചെടികളും പച്ചക്കറി ഗ്രോ ബാഗുകളും കിണറിലെറിഞ്ഞതായും രവീന്ദ്രൻ പറയുന്നു. ശബ്ദം കേട്ട് വന്നവരെ ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിച്ചാണ് അക്രമകാരികൾ സകലതും നശിപ്പിച്ചതെന്നും രവീന്ദ്രൻ പറയുന്നു. കരിവള്ളൂർ മണക്കാറപ്പറമ്പ് വടക്കേപ്പുരിയിൽ രാമചന്ദ്രന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ട്രാവലറും ബൈക്കുകളും ഒരു സംഘം ആളുകൾ തീയിട്ടു. ചൊവ്വാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം നടന്നതെന്ന് VP രാമചന്ദ്രൻ പറയുന്നു. ഇദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന KL 54 A 333 നമ്പർ ട്രാവലർ കത്തിനശിച്ചതായി കാണാം. ഇതേ സ്ഥലത്ത് നിർത്തിയിട്ടിരുന്ന BP വിബിന്റെ ഉടമസ്ഥതയിലുള്ള KL 59 H 6256 നമ്പർ ഹോണ്ട ഡിയോ, KL 1 P 1166 നമ്പർ ബജാജ് ചേതക്, KL 14 E 877 നമ്പർ ബജാജ് CT100 എന്നിവയൊക്കെ അക്രമകാരികൾ അഗ്നിക്കിരയാക്കി. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് KP അരുണിന്റെ വീട് അക്രമകാരികൾ പൂർണ്ണമായും തകർത്തു. അരുണിന്റെ കണിയേരിയിൽ സ്ഥിതി ചെയ്യുന്ന വീടിന്റെ പുറമേയുള്ള ഭാഗം മാത്രമല്ല ഉൾഭാഗവും തകർത്തിട്ടുണ്ട്. രാത്രി 12:30 അക്രമ സംഭവങ്ങൾ അരങ്ങേറിയതെന്ന് അരുൺ പറയുന്നു.
സംഭവ സമയത്ത് അരുണിനെ കൂടാതെ അച്ഛൻ, അമ്മ, ഭാര്യ, 3 വയസ്സുള്ള മകൻ എന്നിവരും വീട്ടിലുണ്ടായിരുന്നു. വീട്ടുപകരണങ്ങൾ ഏതാണ്ടെല്ലാം തന്നെ തകർത്തിട്ടുണ്ട്. പൂജാമുറി തകർത്ത് ഫോട്ടോകൾ എറിഞ്ഞിരിക്കുന്നു. ഫ്രിഡ്ജ്, അലമാര, കസേര എന്നിവയെല്ലാം തകർത്തിട്ടുണ്ട്. ഗ്യാസ് കുറ്റിയും കസേരയും മറ്റും വീട്ടുമുറ്റത്തെ കിണറ്റിലേക്ക് എറിഞ്ഞിരിക്കുന്നു. കണ്ടോത്ത് BJP മണ്ഡലം ട്രഷറർ KP വൈദ്യനാഥകുമാറിന്റെ വീട്, മകൻ ശ്യാംകുമാറിന്റെ കട എന്നിവയും ആക്രമിച്ചു. കട അഗ്നിക്കിരയാക്കി. BJP മുനിസിപ്പൽ മേഖലാ പ്രസിഡന്റ് കോറോത്തെ പ്രകാശിന്റെ വീട്, BMS പ്രവർത്തകരായ റിനീഷ്, സുരേന്ദ്രൻ, ബാലകൃഷ്ണൻ, രാമന്തളിയിലെ കുഞ്ഞികൃഷ്ണൻ, അന്നൂരിലെ നന്ദൻ, BJP ജില്ലാ കാര്യവാഹക് P രാജേഷിന്റെ റോയൽ ബേക്കറി, വീട്, ബൈക്ക്, മിനി ബസ്, കാറ് എന്നിവയും തകർത്തു. അന്നൂർ ആർഷി വിദ്യാലയത്തിന് നേരെയും അക്രമമുണ്ടായി. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയമിച്ചതായും ക്രമസമാധാനം പാലിക്കാൻ കർശന സുരക്ഷ ഏർപ്പെടുത്തിയതായും കണ്ണൂർ ജില്ലാ പോലീസ് മേധാവി കോറി സഞ്ജയ് കുമാർ ഗരുഡ പറഞ്ഞു. We have mobilized all the police party. At the simultaneously നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്. നമ്മൾ കുറേ പേര് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. വിൽ ഇൻഫോം ലേറ്റർ ഓൺ. ഇൻവെസ്റ്റിഗേഷൻ ഗോയിങ് ഓൺ. അല്ല, ഉണ്ട്, ഇൻവെസ്റ്റിഗേഷൻ ടീമുണ്ട്. അപ്പോൾ ആദ്യം പ്രയോറിറ്റി നമുക്ക് സെക്യൂരിറ്റി അറേഞ്ച്മെന്റ്സ് ടു പ്രിവെന്റ് എനി ഫർദർ ഇൻസിഡൻസ്. അത് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമാണ്. ദാറ്റ് വിൽ ലെറ്റ് യു നോ. അല്ല, ഇന്ന് സിൻസ് 2 persons ആർ കിൽഡ്, ദ ബോഡി ബന്ദോബസ്ത് ആൻഡ് ഓൾ, ദെൻ ഒരു പ്രത്യേകം സെക്യൂരിറ്റി അറേഞ്ച്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഫോർ അവോയ്ഡിങ് എനി ഫർദർ റിറ്റാലിയേഷൻസ്. അന്വേഷണം ത്വരിതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയമിച്ചതായും ജില്ലാ പോലീസ് മേധാവി കോറി സഞ്ജയ് കുമാർ ഗുരുഡൻ പറഞ്ഞു. അന്വേഷണം നടക്കുന്നതിനാൽ കൂടുതലൊന്നും ഇപ്പോൾ പറയാൻ സാധിക്കില്ല. സ്ഥിതി നിയന്ത്രണ വിധേയമാക്കി സമാധാനം പുനഃസ്ഥാപിക്കാനാണ് ആദ്യ പരിഗണന. പ്രതികളെക്കുറിച്ച് വിവരം ലഭിച്ചതായും അന്വേഷണം കൂടുതൽ ഊർജിതമാക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. IS ബന്ധം ആശങ്ക തുടരുന്നു. IS ബന്ധം അന്വേഷണം ഊർജിതമാക്കി. പടനയിൽ നിന്നും കാണാതായ റിഫൈല കുടുംബത്തിന് അയച്ച സന്ദേശം അന്വേഷണ സംഘം പരിശോധിക്കുന്നു. പടന്ന മേഖലയിൽ നിന്ന് കാണാതായ 17 പേർ ISൽ ചേർന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ DYSP സുനിൽ ബാബു കേളത്തുങ്കണ്ടിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചു. കേസന്വേഷണം NIക്ക് കൈമാറുന്നതിന് മുന്നോടിയായി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് 20-അംഗ അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുന്നത്. ഇതിനിടെ പടനയിൽ നിന്ന് കാണാതായ ഡോക്ടർ ഇജാസിന്റെ ഭാര്യ റിഫേലയുടേതായി ഞായറാഴ്ച രാത്രി ലഭിച്ച സന്ദേശം നീലേശ്വരത്തെ പിതാവ് റഫീഖ് അലി അന്വേഷണ സംഘത്തിന് കൈമാറി. പോലീസ് ഇക്കാര്യം വിശദമായി പരിശോധിച്ചു വരികയാണ്. ഞങ്ങൾ ഇവിടെ സുരക്ഷിതരാണെന്നും അടുത്തുതന്നെ ജോലിയിൽ പ്രവേശിക്കുമെന്നുമായിരുന്നു സന്ദേശത്തിൽ സൂചിപ്പിച്ചിരുന്നത്. താമസിക്കാൻ ഫ്ളാറ്റ് ലഭിച്ചിട്ടുണ്ടെന്നും ഇതിന്റെ അറ്റകുറ്റപ്പണികൾ നടന്നുവരികയാണെന്നും സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും എവിടെ നിന്നാണ് സന്ദേശം അയച്ചതെന്ന സൂചനകളില്ല. സന്ദേശം വന്ന സ്ഥലം തിരിച്ചറിയാൻ അന്വേഷണം നടന്നുവരികയാണെന്ന് പോലീസ് അറിയിച്ചു. വോയിസ് സന്ദേശമാണ് ലഭിച്ചിരിക്കുന്നത്. ദുരൂഹ സാഹചര്യത്തിൽ നാടുവിട്ടവരിൽ 11 പേരുടെ യാത്രാരേഖകൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. യാത്രയ്ക്കാവശ്യമായ പണം പലർക്കും ലഭിച്ചത് വിദേശത്ത് നിന്നാണെന്നും സംശയിക്കുന്നു. കഴിഞ്ഞ മാസം 21-ന് കോഴിക്കോട് മതപഠനത്തിന് പോകുന്നുവെന്ന് പറഞ്ഞ് തൃക്കരിപ്പൂരിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട മൈതാനിയിലെ ഫിറോസ് ഖാൻ മുംബൈയിൽ NIA സംഘത്തിന്റെ പിടിയിലായതായി വിവരമുണ്ടായിരുന്നു. ഇക്കാര്യം ദേശീയ രഹസ്യാന്വേഷണ വിഭാഗം സ്ഥിരീകരിക്കുന്നില്ലെങ്കിലും ഇയാളെ ചോദ്യം ചെയ്തു വരുന്നതായി സൂചനയുണ്ട്. ചിലർ സിറിയയിലേക്ക് കടന്നുവെന്നും ഇക്കാര്യം പുറത്തു പറയരുതെന്നും ഇയാൾ നാട്ടിലേക്ക് വിളിച്ചു പറഞ്ഞിരുന്നു. ജൂലൈ 1-ന് മുംബൈയിൽ നിന്ന് ടെഹ്റാനിലേക്ക് പോകാനുള്ള ഒരുക്കത്തിനിടെയാണ് ഫിറോസ് ഖാൻ പിടിയിലായതെന്നാണ് അറിയുന്നത്. മലയാളികളല്ലാത്ത 10ഓളം പേരും കസ്റ്റഡിയിലുണ്ടെന്നാണ് സൂചന. എന്നാൽ ആരെയും പിടിച്ചിട്ടില്ലെന്നാണ് അന്വേഷക സംഘത്തിന്റെ വിശദീകരണം. മെയ് 24-ന് ബംഗളൂരുവിൽ നിന്ന് കുവൈറ്റ് എയർവേസിൽ പടനയിലെ ഷിഹാസും ഭാര്യ അജ്മലുമാണ് ആദ്യം ഇറാനിലേക്ക് കടന്നത്. ഡോക്ടർ ഇജാസും ഭാര്യ റിഫേലിയും മകൻ അനാസും ജൂൺ 3-ന് മുംബൈയിൽ നിന്ന് ഒമാൻ വഴിയാണ് രാജ്യം വിട്ടതെന്നും പാസ്പോർട്ട് രേഖകൾ പരിശോധിച്ചതിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. DGP നിയോഗിച്ച SP-മാരടങ്ങുന്ന അന്വേഷക സംഘം തിങ്കളാഴ്ച തൃക്കരിപ്പൂരിലെയും പടനയിലെയും വീടുകളിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. കേരളത്തിലെ IS ബന്ധം സംബന്ധിച്ച് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥരുമായി സംസ്ഥാന ഇന്റലിജൻസ് ADGP R ശ്രീലേഖ കൂടിക്കാഴ്ച നടത്തും. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.
മറ്റു വാർത്തകളിലേക്ക്. സ്ഥലപരിമിതിയിൽ വീർപ്പുമുട്ടി ചെറുപുഴ പോലീസ് സ്റ്റേഷൻ. കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്ത് അനുവദിക്കപ്പെട്ട് മൃഗാശുപത്രി കെട്ടിടത്തിൽ സ്ഥിതി ചെയ്യുന്ന പോലീസ് സ്റ്റേഷൻ പിടിച്ചെടുത്ത വാഹനങ്ങൾ ഇടാൻ പോലും ബുദ്ധിമുട്ടുകയാണ്. ഒരു ഭാഗത്ത് മൃഗാശുപത്രി കെട്ടിടം, മറുഭാഗത്ത് കൃഷിഭവനും അവരുടെ തന്നെ തേങ്ങാ സംഭരണവും. സംഭരിച്ച തേങ്ങകൾ കൂട്ടിയിട്ടിരിക്കുന്നത് ഇതിന്റെ മുറ്റത്തും. ചുരുങ്ങിയ സ്ഥലപരിമിതിയിൽ പഞ്ചായത്ത് അടുപ്പുകൂട്ടിയതുപോലെ നിർമ്മിച്ച കെട്ടിടത്തിലൊന്നാണ് പോലീസ് സ്റ്റേഷൻ. ശരിക്കും 2, 3, 4 ചക്ര വാഹനങ്ങൾ നിരത്തിയിടാൻ മാത്രം സ്ഥലസൗകര്യമുള്ള ഇവിടെ കൃഷിഭവനിൽ തേങ്ങയുമായി എത്തുന്ന ലോറികളും പോലീസ് വാഹനവും പിടിച്ചെടുത്ത വാഹനങ്ങളുമടക്കം ഇപ്പോൾ തന്നെ നിരവധി ഇരുചക്ര വാഹനങ്ങളാണ് കൂട്ടിയിട്ടിരിക്കുന്നത്. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലെത്തുന്ന ആളുകൾക്ക് നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത സ്ഥിതിയാണിവിടെ. പോലീസ് സ്റ്റേഷന് വേണ്ടി മുറവിളി കൂട്ടിയ നാട്ടുകാർ സ്റ്റേഷന്റെ ദയനീയ സ്ഥിതി കണ്ട് പശ്ചാത്തപിക്കുകയാണിപ്പോൾ. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. കുഞ്ഞിമംഗലം അണീക്കര പൂമാല ഭഗവതി ക്ഷേത്രത്തിലേക്ക് നിർമ്മിച്ച കെടാവിളക്ക് സമർപ്പണത്തിനൊരുങ്ങി. ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ നടക്കുന്ന വൈവിധ്യമാർന്ന ചടങ്ങുകളോടെ വിളക്ക് ക്ഷേത്രത്തിന് സമർപ്പിക്കും. കുഞ്ഞിമംഗലത്തെ വെങ്കലശില്പ ഗ്രാമത്തിലെ മൂശയിൽ വലിപ്പമേറിയ കെടാവിളക്ക് വാർത്തെടുത്തു. തൂക്കത്തിലും വലിപ്പത്തിലും ഒന്നാമതായി നിൽക്കുന്ന ഈ കെടാവിളക്ക് കുഞ്ഞിമംഗലത്തെ വെങ്കലശില്പികളായ വടക്കേ വീട്ടിൽ രവീന്ദ്രൻ, സഹോദരങ്ങളായ മുരളീധരൻ, ബാബു, രാജീവൻ, രാജേന്ദ്രൻ, ചെറുമകൻ മിഥുൻ എന്നിവർ ചേർന്നാണ് നിർമ്മിച്ചത്. 235 കിലോ തൂക്കമുള്ള ഈ വിളക്കിന്റെ വിസ്താരം 3.25 അടിയുണ്ട്. $18 ലിറ്റർ എണ്ണ നിറയ്ക്കാവുന്ന കെടാവിളക്ക് കേരളത്തിൽ അപൂർവമാണെന്ന് വെങ്കലശില്പികൾ പറയുന്നു. ചങ്ങല, അതുമാതിരി താമര തട്ടിൽ മുട്ടോടുകൂടി, അതും താമരയുടെ ഒരു ആകൃതിയിൽ അഷ്ടതളത്തോടു കൂടിയ ഇതിൽ ലക്ഷ്മി ഇരുന്നിട്ട് എല്ലാം ഒരു വിളക്കാണ് നിർമ്മിച്ചിട്ടുള്ളത്. മഹാലക്ഷ്മി 4 കൈയോടുകൂടി നിർമ്മിച്ച് ലക്ഷ്മിയുടെ മുമ്പിൽ ദീപം കൊളുത്തുന്നതായിട്ടാണ് ഇതിൻ്റെ നിർമ്മാണ രീതി. തായരും ദളങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റു വിളക്കുകളിൽ വെച്ചിട്ട് ഇതിൻ്റെ കൊളുത്തിന് പ്രത്യേകതയുണ്ട്. കാരണം 8 താമരയുടെ ആകൃതിയുള്ള പിന്നെ ദളത്തോടു കൂടിയ ചങ്ങലാണ് ഇതിനുള്ളത്. പിന്നെ അതിൻ്റെ കൊളുത്തിനും പ്രത്യേകതയുണ്ട്. ആകൃതിയിൽ ഒരു കൊളുത്ത് ആണ് ആക്കിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഉയരം എന്ന് പറഞ്ഞാൽ ഒരു 5.5 അടി ഉയരം, അതുപോലെ തന്നെ 40-42 ഇഞ്ച് ഡയമീറ്റർ വിസ്താരവും ഉണ്ട്. പത്മാസനത്തിലിരിക്കുന്ന പൂമാല ഭഗവതിയുടെ മുന്നിൽ വിളക്ക് തെളിയുന്ന രീതിയിലാണ് കെടാവിളക്കിന്റെ നിർമ്മാണം. 10 താമരകൾ കോർത്തതുപോലെയാണ് ചങ്ങല നിർമ്മിച്ചിട്ടുള്ളത്. വിളക്കിന്റെ കൊളുത്തിൽ 2 തത്തകൾ അഭിമുഖമായിരിക്കുന്നു. ചങ്ങല ഉൾപ്പെടെ 5.5 അടി ഉയരവുമുണ്ട്. അഷ്ടദളങ്ങളുള്ള താമരയുടെ രൂപത്തിലാണ് വിളക്ക് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 4 മാസം കൊണ്ടാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. കുഞ്ഞിമംഗലം അണീക്കര പൂമാല ഭഗവതി ക്ഷേത്രത്തിലേക്ക് വേണ്ടിയാണ് വിളക്ക് നിർമ്മിച്ചിട്ടുള്ളത്. കെടാവിളക്കിന്റെ മണ്ഡപവും ശില്പചാരുതയിൽ ജനശ്രദ്ധയാകർഷിക്കുകയാണ്. കുഞ്ഞിമംഗലം അണീക്കര പൂമാല ഭഗവതി ക്ഷേത്രത്തിൽ 7 അടി ഉയരത്തിൽ മനോഹരമായ 3 അരയന്നത്തലയും കിംപുരുഷ രൂപവും 2 വ്യാളിമുഖവും നർത്തകീ ശില്പങ്ങളോട് കൂടിയ മണ്ഡപമാണ് കോൺക്രീറ്റിൽ പൂർത്തിയാക്കിയിരിക്കുന്നത്. കോൺക്രീറ്റിൽ മെറ്റാലിക് പെയിന്റ് ചാലിച്ച് 2 മാസം സമയമെടുത്താണ് ശില്പി ഉണ്ണീക്കാനായി കെടാവിളക്കിന്റെ മണ്ഡപം നിർമ്മിച്ചത്. മന്യത്ത് കൃഷ്ണനാണ് മണ്ഡപം ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നത്. സഹായികളായി വിനേഷ്, രതീഷ്, മനു, സുരേഷ് എന്നിവരുമുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പ്ലാത്ര. പടന്ന പഞ്ചായത്തിലെ എടച്ചാക്കൈ പാലത്തിന് സമീപത്ത് IT ഭാഗത്തേക്കുള്ള റോഡിലെ പൈപ്പ് കൾവെട്ട് ശുചീകരിച്ചില്ല. കാടുമൂടിയും മണ്ണ് നിറഞ്ഞും നീരൊഴുക്ക് തടസ്സപ്പെട്ടു. മഴ ശക്തമായതോടെ വെള്ളക്കെട്ട് ഭീഷണിയിലാണ് പരിസരവാസികൾ. അതിനാൽ വീട് മാറി താമസിക്കാനൊരുങ്ങുകയാണ് 15ഓളം കുടുംബങ്ങൾ.
പടന്ന പഞ്ചായത്തിലെ എടച്ചാക്കൈ പാലത്തിന്റെ കിഴക്ക് ഭാഗത്തും IT ഭാഗത്തേക്ക് പോകുന്ന റോഡിൽ 2 പതിറ്റാണ്ടുകൾക്ക് മുൻപ് പണിതതുമായ കൾവേർട്ടാണ് ശുചീകരണ പ്രവൃത്തി നടക്കാത്തത് കാരണം ഒഴുക്ക് തടസ്സമായത്. കിനാത്തിൽ, ബടാൽ തുടങ്ങിയ വയലുകളിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം ഇതുവഴിയാണ് കൗവായിക്കായലിലേക്ക് ഒഴുകിപ്പോകേണ്ടത്. എന്നാൽ കൾവേർട്ട് വരെ എത്തി നിൽക്കുന്ന വെള്ളം ഒഴുക്കുമുട്ടി കെട്ടിനിൽക്കുന്നതിനാൽ പരിസരത്തെ വീട്ടുകാർ ഭീഷണിയിലായിരിക്കുകയാണ്. എടച്ചാക്കൈ പാലത്തിന് പതിറ്റാണ്ടുകൾക്ക് മുൻപ് റോഡ് ഉയർത്തിയതോടെ താഴ്ന്ന നിരപ്പിലായ വീട്ടുകാർ കൾവേർട്ടിലൂടെയുള്ള നീരൊഴുക്കും മുട്ടിയതോടെ വീട് മാറിപ്പോകേണ്ട ഗതികേടിലായിരിക്കുകയാണ്. വെള്ളം കയറി കൃഷിയും നാശത്തിന്റെ വക്കിലാണ്. കൾവേർട്ട് പരിസരം മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയ നിലയിലാണ്. പ്ലാസ്റ്റിക് കൊട്ടയിൽ മാലിന്യങ്ങൾ നിറച്ച് തള്ളിയ നിലയിൽ നിരവധി കെട്ടുകളും ഇവിടെ ഒഴുക്കിന് തടസ്സമാകുന്നുണ്ട്. പടന്ന പഞ്ചായത്തിന് സമീപത്ത് തന്നെയുള്ള ഈ ദുരിതം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടാത്തതല്ല. മഴക്കാലപൂർവ്വ ശുചീകരണത്തിനായി പഞ്ചായത്ത് ബൃഹത് പദ്ധതികൾ നടത്തിയെങ്കിലും ചില വാർഡുകളെ അവഗണിച്ചതായി പരാതിയുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശുചീകരണ പ്രവൃത്തി നടത്തണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും പഞ്ചായത്ത് അധികൃതർ ചെവിക്കൊണ്ടില്ല. വെള്ളക്കെട്ട് രൂക്ഷമായതോടെ സെപ്റ്റിക് മാലിന്യം കിണറുകളിൽ വ്യാപിക്കാനുമിടയുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ലക്ഷങ്ങൾ ചിലവഴിച്ച് ദേവസ്വം അധികൃതർ മാടായിപ്പാറയിൽ നിർമ്മിച്ച കമ്പിവേലി വ്യാപകമായി തകർന്നു. കമ്പിവേലി നിർമ്മാണത്തിൽ അഴിമതി നടന്നതായി ആരോപണം. പ്രതിഷേധവുമായി മാടായിപ്പാറ സംരക്ഷണ സമിതി രംഗത്ത്. മാടായിപ്പാറയിലെ ജൈവവൈവിധ്യം കാത്തുസൂക്ഷിക്കാൻ നിർമ്മിച്ച കമ്പിവേലി വ്യാപകമായി തകർന്നു തുടങ്ങി. കഴിഞ്ഞ ദിവസം വടുകുന്ത ക്ഷേത്രത്തിന് സമീപത്തെ 6ഓളം തൂണുകൾ നിലംപൊത്തി. അശാസ്ത്രീയമായ രീതിയിലുള്ള വേലി നിർമ്മാണവും അഴിമതിയുമാണ് വേലി തകരാൻ കാരണമെന്നാണ് ആരോപണം. കമ്പിവേലി നിർമ്മിക്കാൻ ഉപയോഗിച്ച തൂണുകൾക്ക് ആവശ്യമായ രീതിയിൽ കോൺക്രീറ്റും കമ്പിയും ഉപയോഗിച്ചില്ലത്രേ. ഇതാണ് കമ്പിവേലിയുടെ തകർച്ചയ്ക്ക് കാരണമായത്. കരാറുകാരന്റെ അനാസ്ഥയാണ് പ്രധാന കാരണം. ഇതിന് ദേവസ്വം വകുപ്പിലെ ചിലരും കൂട്ടുനിന്നതായി ആരോപണമുണ്ട്. സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് മാടായിപ്പാറ സംരക്ഷണ സമിതി പ്രവർത്തകൻ ചന്ദ്രാംഗതൻ പറയുന്നത്. പുള്ളുവേലി കെട്ടുന്ന പ്രവൃത്തിയിൽ വലിയ കള്ളത്തരങ്ങൾ നടന്നിട്ടുണ്ട്. ഒന്നാമത് കോൺക്രീറ്റ് തീരെ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് പൊട്ടിച്ച തൂണുകളിൽ നിന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. നശിപ്പിക്കാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. മാടായിപ്പാറ സംരക്ഷണ സമിതിയുടെ പിന്നെ ഭാരവാഹികൾ ദേവസ്വം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ കണ്ട് ഇതിലെ അഴിമതി അന്വേഷിക്കണമെന്നും അങ്ങനെ അത് അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുന്നത് വരെ ഇതിൻ്റെ ഈ പ്രവൃത്തിയുടെ കൂലി, പണം, കോൺട്രാക്ട് തുക അയാൾക്ക് നൽകരുതെന്നും പറഞ്ഞുള്ള ഒരു അഭ്യർത്ഥന നടത്തുകയുണ്ടായിട്ടുണ്ട്. മാടായിപ്പാറയിൽ കമ്പിയില്ല കമ്പിവേലിയാണ് നിർമ്മിച്ചത് എന്ന് ജനം പരിഹസിക്കുന്നു. കമ്പിവേലി നിർമ്മാണത്തിലെ അഴിമതി അന്വേഷിക്കണമെന്ന് വിവിധ സംഘടനകളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ദേശീയപാതയിൽ പാലത്തര പാലത്തിന് സമീപമുള്ള വൻ കുഴികൾ അപകട ഭീഷണി ഉയർത്തുന്നു. പാലത്തിന്റെ വടക്കുഭാഗത്താണ് റോഡിന്റെ വീതിയുടെ 3/4 ഭാഗവും ഒരടിയോളം ആഴത്തിൽ കുഴികളുള്ളത്. കുഴികളിൽ വെള്ളം നിറഞ്ഞതുകൊണ്ട് വളരെ അടുത്തെത്തിയാൽ മാത്രമേ കാണാനാകൂ. ഇതിൽ വീഴാതിരിക്കാനായി വാഹനങ്ങൾ പെട്ടെന്ന് വെട്ടിക്കുന്നതു മൂലം ഏതു സമയവും അപകടമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞയാഴ്ച പാലത്തിന് മുകളിലുണ്ടായ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചിരുന്നു. 10 വർഷം മുൻപാണ് ദേശീയപാതയിലെ വളവ് ഇല്ലാതാക്കാൻ പാലത്തറയിൽ പുതിയ റോഡും പാലവും നിർമ്മിച്ചത്. അതിനുശേഷം എല്ലാ മഴക്കാലത്തും റോഡ് പൊട്ടിപ്പൊളിയാറുണ്ട്. പാലത്തിന് മുകളിലുള്ള ടാറിംഗ് മുഴുവൻ ഇളകിപ്പോയ നിലയിലാണ്. വളവില്ലാത്ത റോഡായതുകൊണ്ട് വാഹനങ്ങൾക്ക് ഇവിടെ അമിതവേഗമാണ്. പാലത്തിന് സമീപമുള്ള കുഴികളടയ്ക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. ചെറുകുന്ന് താവത്ത് KSTP റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ഓവുചാൽ നിർമ്മിച്ചില്ല. വ്യാപാരികൾ ദുരിതത്തിൽ, പ്രതിഷേധം ശക്തം. 110 കോടി രൂപ ചെലവിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ KSTP റോഡ് നിർമ്മിക്കുമ്പോൾ ഇതിന്റെ ദുരിതം പേറുകയാണ് താവം പ്രദേശത്തെ വ്യാപാരികൾ. നേരത്തെ PWD റോഡായിരുന്നപ്പോൾ റോഡിന് ഇരുവശങ്ങളിലും ഓവുചാൽ ഉണ്ടായിരുന്നു. എന്നാൽ റോഡ് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നപ്പോൾ ഓവുചാൽ അപ്രത്യക്ഷമായി. ഇതെന്ത് നീതിയെന്നാണ് ജനം ചോദിക്കുന്നത്. താവം റെയിൽവേ ഗേറ്റ് മുതൽ താവം പള്ളി വരെയുള്ള ഭാഗങ്ങളിൽ KSTP ഓവുചാൽ നിർമ്മാണം പൂർണ്ണമായി ഒഴിവാക്കിയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി നിരവധി വീടുകളിലേക്കും ചെളിവെള്ളം കയറുന്നത് പതിവായി. പ്രശ്നം സ്ഥലം MLAയുടെയും KSTP അധികൃതരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. എന്നാൽ MLAയുടെ ജനസമ്പർക്ക പരിപാടിയിൽ പരാതി ഉന്നയിച്ചപ്പോൾ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയിരുന്നെങ്കിലും ഇതുവരെ പ്രശ്നം പരിഹരിച്ചില്ലെന്ന് വ്യാപാരികൾ പറയുന്നു. ഈ താവം ഈ പറയുന്ന ഈ കിലോമീറ്റർ ഇത്രയും ഒരു ഓവുചാലോട് നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ രാജ്യാന്തര നിലവാരത്തിൽ റോഡ് ഉണ്ടാക്കുമ്പം അനുബന്ധമായിട്ട് ഈ പറയുന്ന സംവിധാനമില്ലാണ്ട് പിന്നെ എവിടെയാണ് നിലവാരം ഉണ്ടാവുക? റോഡ് കുറച്ച് ഉറപ്പിച്ചിട്ട് 10-30 ടണ്ണ് കൊണ്ട് റോഡ് ഉണ്ടാക്കിയാൽ മാത്രം പോരണ്ട. അത് വെള്ളം ഒഴുകിപ്പോകേണ്ട ഒരു സംവിധാനമാക്കണം. അതാണ് ആദ്യം വേണ്ടത്. ചളിയിൽ നമ്മളെ ശരിക്കും പറഞ്ഞാൽ സെയിൽ
നേരെ പകുതിയായി കുറഞ്ഞിട്ടേ ഉള്ളൂ. ഈ ഒറ്റൊരു പ്രശ്നം കൊണ്ട് മര്യാദയ്ക്കുള്ള ലോഡും വണ്ടി ഇവിടെ ഇറക്കാൻ പറ്റുന്നില്ല നമുക്ക്. താവം പ്രദേശത്ത് ഓവുചാൽ നിർമ്മിച്ചില്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടിയുമായി മുന്നോട്ടു പോകാനുള്ള ഒരുക്കത്തിലാണ് ഒരു കൂട്ടം വ്യാപാരികളും നാട്ടുകാരും. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. വെങ്ങര ഹിന്ദു LP സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ അധികൃതർ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. മാടായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. പവിത്രൻ ഉദ്ഘാടനം ചെയ്തു. ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ വെങ്ങര ഹിന്ദു LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ബാഗും മറ്റ് പഠനോപകരണങ്ങളും വിതരണം ചെയ്യുന്നത്. ഈ ചടങ്ങുകൾ സംഘടിപ്പിക്കാൻ പ്രധാന കാരണം ഈ സ്കൂളിൻ്റെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളായ ഇതിൻ്റെ ഈ മഹീന്ദ്ര ഫൈനാൻസിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ പ്രദേശത്തുകാരായ ആളുകളുടെ പ്രത്യേക താല്പര്യം, പ്രത്യേകിച്ച് ശ്രീ PK രാഗേഷ്. മഹീന്ദ്ര ഫൈനാൻസ് കമ്പനിയുടെ സഹകരണത്തോടെയാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. മഹീന്ദ്ര ഫൈനാൻസ് റീജിയണൽ HR തോംസൺ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ പ്രധാനാധ്യാപിക K. നളിനി, PK രാജേഷ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ഇനി മാറ്റുലി കാണാം. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. കണ്ണൂർ ജില്ലയിൽ വീണ്ടും അക്രമ രാഷ്ട്രീയം ഉടലെടുക്കുന്നുവോ? ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ കാണാം. കണ്ണൂർ ജില്ലയെ വീണ്ടും കലാപകലുഷിതമാക്കാനുള്ള ശ്രമത്തിൽ നിന്ന് BJPയും CPMഉം പിന്മാറണം എന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. ഏത് പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരിലായാലും ശരി, സമാധാനം ആഗ്രഹിക്കുന്ന ജനവിഭാഗങ്ങളാണ് ഇന്ന് കണ്ണൂർ ജില്ലയിൽ. അതിനെതിരെ ഗവൺമെൻറ് ശക്തമായ നടപടികൾ സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനുവേണ്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. മനുഷ്യൻ്റെ ജീവൻ വിലപ്പെട്ടതാണ്. അത് ആർക്കും എടുക്കാൻ അധികാരമില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ രാഷ്ട്രീയത്തിൻ്റെ പേരിലും മതത്തിൻ്റെ പേരിലും വൻതോതിൽ ജനങ്ങളെ വെട്ടിക്കൊല്ലുകയാണ്. അത് അവസാനിപ്പിക്കേണ്ടതാണ്. അവസാനിപ്പിക്കാൻ ആവശ്യമായ ഭരണാധികാരികൾ അതിന് മുൻകൈ എടുക്കണം. അതിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാരെയൊക്കെ അതിനെ വിളിച്ചിരുത്തി സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാനുള്ള സംവിധാനമാണ്. ഇന്ന് നടക്കുന്ന ഈ രാഷ്ട്രീയ കൊലപാതകം ശുദ്ധ വിവരക്കേടും അറിവില്ലായ്മ കൊണ്ടുണ്ടാകുന്ന വിവരക്കേടും ആത്മീയജ്ഞാനത്തിൻ്റെ അഭാവവുമാണ് ഇതിനൊക്കെ കാരണമായിട്ടുള്ളത്. ഈ കൊലപാതകത്തിലൂടെ നടക്കുന്നത് ഓരോ കുടുംബത്തിൻ്റെ അത്താണികളെ നഷ്ടപ്പെടുകയാണ്. ഇത് നമുക്ക് അനുവദിക്കാൻ പറ്റുന്നതല്ല. ഇത് ഒരിക്കലും പ്രബുദ്ധ കേരളം അനുവദിച്ചുകൂടാ. സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം, മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. കാണാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പയ്യന്നൂരിൽ CPM RSS സംഘർഷം, 2 പേർ കൊല്ലപ്പെട്ടു. കുന്നരവിലെ CPM പ്രവർത്തകൻ CV ധനരാജ്, അന്നൂരിലെ BMS പ്രവർത്തകൻ CK രാമചന്ദ്രൻ എന്നിവരാണ് മരിച്ചത്. പയ്യന്നൂരിലെ സംഘർഷം, വീടുകൾക്ക് നേരെയും വാഹനങ്ങൾക്ക് നേരെയും വ്യാപക അക്രമം. കരിവള്ളൂർ മേഖലയിലും വീടുകൾ തകർത്തു. IS ബന്ധം, പടനിൽ നിന്നും കാണാതായ റിഫായില കുടുംബത്തിനയച്ച സന്ദേശം അന്വേഷണ സംഘം പരിശോധിച്ചു. സ്ഥലപരിമിതിയിൽ വീർപ്പുമുട്ടി ചെറുപുഴ പോലീസ് സ്റ്റേഷൻ. കുഞ്ഞിമംഗലം അണീക്കര പൂമാല ഭഗവതി ക്ഷേത്രത്തിലേക്ക് നിർമ്മിച്ച കെടാവിളക്ക് സമർപ്പണത്തിനൊരുങ്ങി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.